നമസ്കാരം സർ, ഞാൻ ശ്രീലക്ഷ്മി ഹോളി ഏഞ്ചൽസ് കോൺവെന്റ് നിന്ന് വരുന്നു. കാശ്മീരിനെ ഭൂമിയിലെ സ്വർഗം എന്നാണല്ലോ വിശേഷിപ്പിക്കാറുള്ളത്. പെഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം പലരും അവരുടെ കാശ്മീർ യാത്രകൾ മാറ്റിവെക്കാറുണ്ട് അല്ലെങ്കിൽ ഉപേക്ഷിക്കാറുണ്ട്. അവരുടെ ആശങ്കകൾ എങ്ങനെയാണ് മാറ്റുക? തീർച്ചയായിട്ടും വളരെ നല്ലൊരു ചോദ്യമാണ്. കാരണം ഞാൻ നേരിട്ട് അനുഭവിക്കുന്ന ഒരാളാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു 1-2 വർഷക്കാലം ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള ഒരു ഫ്ലൈറ്റിൽ പോലും നമ്മുടെ നാട്ടിൽ നിന്ന് കാശ്മീരിൽ പോയി വിനോദയാത്രക്ക് പോയി തിരിച്ചു വരുന്ന ആളുകളെ കാണാത്ത ഒരു സന്ദർഭം പോലും ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ ഭീകരവാദ സംഭവത്തിന് ശേഷം, ഭീകരാക്രമണത്തിന് ശേഷം അതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു ആശങ്ക ജനങ്ങളുടെ മനസ്സിലുണ്ട്. കാശ്മീരിൽ നമ്മളെ സംബന്ധിച്ചോളം കാശ്മീരിൽ കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിൽ ഉണ്ടായിട്ടുള്ള വലിയൊരു മാറ്റം, കാശ്മീരിലെ ഇൻവെസ്റ്റ്മെന്റ്, കാശ്മീരിന്റെ എക്കോണമി, കാശ്മീരിലെ വിനോദസഞ്ചാര മേഖല, ഈ മേഖലകളിൽ ഉണ്ടായിട്ടുള്ള വലിയ മാറ്റമാണ്. ഏതാണ്ട് 2.5 കോടി ആളുകൾ കഴിഞ്ഞ ഒരു വർഷം കാശ്മീർ സന്ദർശിച്ചു എന്നാണ് ഗവൺമെന്റിന്റെ കണക്ക്. ഒരു വർഷം കൊണ്ട് 2023-24 സാമ്പത്തിക വർഷത്തിൽ. അതുകൊണ്ട് തന്നെയാണ് ഈ ഭീകര ആക്രമണത്തിന് ശേഷം, ഒരുപക്ഷെ കഴിഞ്ഞ കാലങ്ങളിലുള്ള ഭീകരാക്രമണങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കാശ്മീരിലെ ജനങ്ങൾ ഭീകരാക്രമണത്തിനെതിരായിട്ട് രംഗത്തിറങ്ങിയ, അവർ പ്രതിഷേധിച്ച ചില ദൃശ്യങ്ങൾ നമ്മുടെ മാധ്യമങ്ങളിലൂടെ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. അപ്പൊ ഒരു സമീപനമാണ് നമ്മളെ സംബന്ധിച്ചോളം പ്രതീക്ഷയുള്ളത്. കാരണം ഭീകരവാദ ആക്രമണത്തിനെ കാശ്മീരിലെ ജനങ്ങൾ തള്ളിക്കളയുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് കാശ്മീരിൽ ഇനി പോകാൻ പറ്റുമോ, പോകാൻ സാധിക്കുമോ എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടി അതിലുണ്ട്. കാരണം ഈ ഒരു ആക്രമണത്തിന്റെ പേരിൽ കാശ്മീർ ഇല്ലാതാകാൻ അല്ലെങ്കിൽ കാശ്മീരിന്റെ സമ്പദ്ഘടന തകർക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് അത് സാധിക്കില്ല എന്നുള്ള ശക്തമായിട്ടുള്ള ഒരു മറുപടി. ആ മറുപടിയാണ് ഈ സംഭവത്തിന് ശേഷവും കാശ്മീരിലേക്ക് വീണ്ടും ആളുകൾ പോയി തുടങ്ങിക്കഴിഞ്ഞു. സ്വാഭാവികമായും കുറച്ച് ദിവസം അതിന്റെ ഒരു ഷോക്ക് ഉണ്ടാവും. പക്ഷേ കാശ്മീരിൽ കൂടുതൽ ആളുകൾ എത്താൻ വേണ്ടിയിട്ടുള്ള അനുകൂലമായിട്ടുള്ള ആ സാഹചര്യം സൃഷ്ടിക്കപ്പെടും എന്നുള്ള ശുഭാപ്തി വിശ്വാസമാണ് എനിക്കുള്ളത്. സർക്കാരിന്റെ ഭാഗത്ത് നിന്നും അത് സംബന്ധിച്ചിട്ടുള്ള നടപടികളും അധികം വൈകാതെ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയാണ് എനിക്കുള്ളത്. അടുത്ത ചോദ്യം. നമസ്കാരം സാർ, എന്റെ പേര് മിഥുൻ. ഞാൻ ബ്ലൂമോൺ പബ്ലിക് സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ആയുധക്കരുത്ത് കൊണ്ട് മാത്രമല്ല, അവയുടെ ഉപയോഗത്തിലുള്ള ബ്രില്യൻസ് കൊണ്ടും അടിക്ക് തിരിച്ചടി നൽകിയ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് വിദേശ രാജ്യങ്ങളിലെ ജനങ്ങളുടെ പ്രതികരണം എന്തായിരുന്നു? ഇന്ത്യയുടെ നിലപാടിനെ കുറിച്ച് എന്താണ് അവരുടെ അഭിപ്രായം? ഈ ഇന്ത്യ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ഇന്ത്യ പാകിസ്ഥാനെതിരായിട്ട് ഒരു നടപടിയും എടുത്തില്ല എന്നുള്ളത് തന്നെയാണ് വസ്തുത. ആ കാര്യം ഞങ്ങൾ വിശദീകരിക്കുകയും ചെയ്തു. ഭീകരാക്രമണം നടത്തിയ ആളുകൾക്കെതിരായിട്ട്, ഭീകരാക്രമണത്തിന് നേതൃത്വം നൽകിയ, അതിന് പരിശീലനം നൽകിയ സംഘടനകൾക്കും ശക്തികൾക്കുമെതിരായിട്ട് അങ്ങനെയുള്ളവരുടെ കേന്ദ്രങ്ങളിൽ ആക്രമിക്കുക, ആ കേന്ദ്രങ്ങൾ ഇല്ലാതാക്കുക, അങ്ങനെ ഒരു സമീപം ഇന്ത്യ എടുത്തു എന്നുള്ളത് ലോകത്തിലെ ഞങ്ങൾ ഇടപെട്ട മുഴുവൻ ആളുകളും അപ്രീഷിയേറ്റ് ചെയ്തു. അതോടൊപ്പം നമ്മൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞൊരു കാര്യം, നോൺ എസ്കലേറ്ററി ആയിരിക്കും ഇന്ത്യയുടെ സമീപനം. അതോടൊപ്പം ഇന്ത്യ അത് കഴിഞ്ഞ് പാകിസ്ഥാൻ നമുക്ക് യുദ്ധം നിർത്തിവെക്കാനുള്ള നിർദ്ദേശം വെച്ചപ്പോൾ ഇന്ത്യ ആ സീസ് ഫയറിന് തയ്യാറായി, വെടിനിർത്തലിന് തയ്യാറായി. ആ സീസ് ഫയറിന് തയ്യാറായി എന്നുള്ളതിനെയും ലോകരാജ്യങ്ങൾ, ലോകത്തിലെ ഞങ്ങൾ സംവദിച്ച സമൂഹങ്ങൾ, തിങ്ക് ടാങ്കുകളും
പാർലമെന്റേറിയൻസും ഇവരെല്ലാവരും അതിനെ അപ്രീഷിയേറ്റ് ചെയ്തു. ഈ യാത്രകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ അതുകൂടി നേരത്തെ സൂചിപ്പിക്കാൻ വിട്ടുപോയി. ഇന്ത്യയുടെ പാർലമെന്റാണ് വിദേശത്തേക്ക് സംഘങ്ങളെ അയച്ചത് എന്നുള്ളത് കൊണ്ട് തന്നെ വിദേശ രാജ്യങ്ങളിലെയും പാർലമെന്റുകളുമായിട്ടാണ് നമ്മൾ കൂടുതൽ സംവദിച്ചത്. ഇപ്പോ ഖത്തറിൽ ഷൂറ കൗൺസിൽ എന്ന് പറയുന്നത് ഖത്തറിലെ 45 അംഗങ്ങളുള്ള പാർലമെന്റാണ്. നമ്മുടെ ജനാധിപത്യവുമായിട്ട് അതിന് ബന്ധമില്ല, അങ്ങനെയുള്ള ഒരു സംവിധാനമല്ല. എങ്കിൽ പോലും ഖത്തറിൽ, കാരണം 30 ലക്ഷം ജനങ്ങളുള്ള ഒരു രാജ്യമാണ് ഖത്തർ, അത്രേ ഉള്ളൂ. നമ്മുടെ തിരുവനന്തപുരം സിറ്റിയേക്കാൾ കുറച്ചും കൂടി വലുപ്പമുള്ളൂ ജനങ്ങൾ ആകെ, അതാണ് രാജ്യം. പക്ഷെ എക്കോണമി വളരെ വലുതാണ്. അപ്പൊ അത് വേറെ കാര്യം. കാരണം ഇന്ത്യയുടെ GDP നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഏതാണ്ട് $3000 അവരുടേത് ഏതാണ്ട് $80,000 പെർ ക്യാപിറ്റ GDP. അപ്പൊ അങ്ങനെയുള്ള വ്യത്യാസങ്ങളുണ്ട്. പക്ഷെ ആ ഖത്തറിൽ 45 പേരുള്ള ഷൂറ കൗൺസിലാണ്. എത്യോപ്യയിലെ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ, ജനാധിപത്യം എന്ന് പറഞ്ഞാൽ, എത്യോപ്യയിൽ പ്രായപൂർത്തി വോട്ടാകുക. നമ്മളിവിടെ 18 വയസ്സ് കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യാം. എത്യോപ്യയിൽ അങ്ങനെയല്ല. എത്യോപ്യയിൽ 18 വയസ്സ് കഴിഞ്ഞാൽ മാത്രം പോരാ, അവർ രജിസ്റ്റേർഡ് വോട്ടേഴ്സ്. 12 കോടി ജനങ്ങളുള്ള രാജ്യമാണ് എത്യോപ്യ. ആ 13.5 കോടി ജനങ്ങളുള്ള രാജ്യത്ത് ശരാശരി ഒരു 9 കോടി 8 കോടി ആളുകൾ എലിജിബിൾ വോട്ടേഴ്സ് ഉണ്ടാവും. പക്ഷെ അവിടെ വോട്ട് ചെയ്യുന്നത് കഷ്ടിച്ച് വോട്ടർ ലിസ്റ്റിലുള്ളത് 3 കോടിയാണ്. കാരണം താല്പര്യമുള്ള ആൾക്കാരെ മാത്രമേ വോട്ടർ പട്ടികയിൽ രജിസ്റ്റർ ചെയ്യാൻ അനുവദിക്കുള്ളൂ. ഇങ്ങനെയൊക്കെയുള്ള പല ജനാധിപത്യത്തിന്റെ പല പല രൂപങ്ങൾ ലോകത്തിലെ പല രാജ്യങ്ങളിലും കാണും. ആ നിലയിൽ ഇന്ത്യയുടെ ജനാധിപത്യത്തെ ലോകത്തിലെ ജനാധിപത്യത്തിൽ നിന്ന് മറ്റു രാജ്യങ്ങളിലെ ജനാധിപത്യമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഒരു തലം, ആ തലം അഡൾട്ട് ഫ്രാഞ്ചൈസ്, യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസ് എന്ന് പറയുന്ന ഒരു സാഹചര്യം. ആ സാഹചര്യം ലോകത്തിൽ വളരെ ചുരുക്കം രാജ്യങ്ങളിലുള്ളൂ. പക്ഷെ എങ്കിൽ പോലും ആ ജനാധിപത്യം, അവിടെ നിലനിൽക്കുന്ന ജനാധിപത്യത്തിന്റെ പ്രതിനിധികൾ, അതുകൊണ്ട് അവിടുത്തെ പാർലമെന്റിന്റെ അപ്പർ ഹൗസ്, പാർലമെന്റിന്റെ ലോവർ ഹൗസ്, പാർലമെന്റിലെ ഫോറിൻ അഫയേഴ്സ് കമ്മിറ്റി, ഇങ്ങനെയുള്ളവരുമായിട്ടാണ് ഞങ്ങൾ കൂടുതൽ, എല്ലാവരും എല്ലാ സ്ഥലങ്ങളിലും നടന്നിട്ടുള്ളത് ഇതുപോലെയുള്ള സംഘങ്ങളുമായിട്ടാണ്. സർക്കാരുകൾ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഒരു ഇന്ററാക്ഷൻ എന്നുള്ളതിനപ്പുറത്ത് ജനതകൾ തമ്മിലുള്ള ഒരു സംവാദം എന്നുള്ള നിലയിൽ, ഒരു ആശയവിനിമയം എന്നുള്ള നിലയിലാണ് ഇത് നടന്നത്. Good evening, sir. My name is P. Deepika Vinu. I study 9th standard in Amritakalli Vidya Bhavan Senior Secondary School, Nirmala. My question is that, sir, what is your opinion on Operation Sindoor? Do you think it has given the right justice to all the innocents? മലയാളത്തിൽ പറഞ്ഞാൽ മതി മറുപടി. കാരണം ഇംഗ്ലീഷിലെ ചോദ്യത്തിന് ഇംഗ്ലീഷ് മറുപടി പറയണം എന്നുള്ളതാണ് ഒരു സ്റ്റാൻഡേർഡ്, അല്ല? സാധാരണ അങ്ങനെയാണ്. ഓപ്പറേഷൻ സിന്ദൂർ പെഹൽഗാം ആക്രമണത്തിന് ഇരകളായിട്ടുള്ള ആളുകൾക്ക് നീതി ലഭ്യമാക്കിയോ എന്നുള്ള ചോദ്യത്തിന് തീർച്ചയായിട്ടും ഉത്തരം തരാൻ എനിക്ക് നിർവാഹം ഉണ്ടാവില്ല, നമുക്ക് ആർക്കും സാധിക്കില്ല. കാരണം ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ട ആളുകൾക്ക്, അവരുടെ കുടുംബാംഗങ്ങൾക്കുണ്ടായിട്ടുള്ള നഷ്ടം, ആ നഷ്ടം ആർക്കും പരിഹരിക്കാൻ കഴിയില്ല. ഉദാഹരണത്തിന് എറണാകുളത്തെ രാമചന്ദ്രൻ, അദ്ദേഹത്തിന്റെ കുടുംബത്തിനുണ്ടായിട്ടുള്ള നഷ്ടം, ആ നഷ്ടം നമുക്കൊരിക്കലും പരിഹരിക്കാൻ പറ്റില്ല. പക്ഷേ ഒരു രാജ്യം എന്നുള്ള നിലയിൽ, ഒരു രാജ്യത്തെ ജനത എന്നുള്ള നിലയിൽ ഈ തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തിയ ആളുകളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന്, കോടതിയുടെ മുന്നിൽ കൊണ്ടുവന്ന് നടപടികൾ എടുക്കുന്നതിന് പകരം ഇങ്ങനെയുള്ള പരിശ്രമങ്ങൾ, ഇങ്ങനെയുള്ളവർക്ക് പരിശീലനം നൽകുന്ന ആളുകളെ തന്നെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം. അതുകൊണ്ട് ഭീകരാക്രമണത്തിന് ഇരകളായിട്ടുള്ള ആളുകൾക്ക് നീതി എന്ന് പറയുന്നത്, അവരുടെ സമാധാനം എന്ന് പറയുന്നത്, എൻ്റെ ഭർത്താവ്, എൻ്റെ അച്ഛന് ജീവൻ നഷ്ടപ്പെടാനിടയായ സാഹചര്യം ഉണ്ടാക്കിയ ആളുകളെ ശിക്ഷിച്ചു.
അങ്ങനെ ഒരു സമാധാനം തീർച്ചയായിട്ടും അവർക്ക് ഉണ്ടായിട്ടുണ്ടാകും. അതായിരുന്നു ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ലക്ഷ്യം. അതുകൊണ്ട് ഇന്ത്യ ഒരിക്കലും പാകിസ്ഥാനെ ഒരു പാഠം പഠിപ്പിക്കുകയോ പാകിസ്ഥാനെതിരായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയോ എന്നുള്ളത് ഇന്ത്യയുടെ ലക്ഷ്യമായിരുന്നില്ല. പകരം ഭീകരാക്രമണത്തിന് നേതൃത്വം നൽകിയ ആളുകൾ, ആ ആളുകളുടെ ഹൈഡൌട്ട്സ്, അവരുടെ ട്രെയിനിങ് സെന്റേഴ്സ്, അവരുടെ ലോജിസ്റ്റിക്കൽ സപ്പോർട്ട് അതില്ലാതാക്കുക എന്നുള്ള ഒരു ലക്ഷ്യം, ആ ലക്ഷ്യമാണ് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ നിറവേറിയത്. സാർ നമസ്കാരം, ഞാൻ അദ്വൈതിയെ ഞാൻ BKM കോളേജിലേക്ക് വെച്ചുവരുത്തുന്ന വരികയാണ്. സാർ 9/11 ആക്രമണം ഉൾപ്പെടെ ഉണ്ടായപ്പോൾ അമേരിക്ക അടക്കം രാജ്യങ്ങൾ ഒസാമ ബിൻ ലാദനുള്ള ഭീകരവാദികൾക്കെതിരെ ഗ്ലോബൽ വാർ അഗൈൻസ്റ്റ് പ്രഖ്യാപിച്ചു. അതുപോലെ പഹൽഗാം ആക്രമണത്തിന് ശേഷം ഇന്ത്യ ഗവൺമെന്റ് ഓപ്പറേഷൻ സിന്ദൂർ പ്രഖ്യാപിച്ചത് പ്രധാനമന്ത്രി മോദിജി പറഞ്ഞിരുന്നു, ഇത് നമ്മളിപ്പോ സ്റ്റോപ്പ് ചെയ്യുന്നില്ല, ഇതൊരു ഗ്ലോബൽ പാകിസ്ഥാനെതിരെയുള്ള ഭീകരവാദികൾക്കെതിരെയുള്ള കണ്ടിന്യൂയിങ് ഓപ്പറേഷൻ ആണ്. ഈ നമ്മുടെ സർജിക്കൽ സ്ട്രൈക്കിനും പാർലമെന്റ് ഡെലിഗേറ്റ്സ് വിദേശകാര്യ സംസ്ഥാനത്തിന് ശേഷം നമ്മുടെ തുടർ നടപടികൾ ഇനി എന്തായിരിക്കും? അല്ല, അതില് അക്കാര്യത്തിൽ പ്രധാനമന്ത്രി വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് ട്രേഡ് ആൻഡ് ടെറർ കനോട്ട് ഗോ ടുഗദർ, ടോക്സ് ആൻഡ് ടെറർ കനോട്ട് ഗോ ടുഗദർ എന്ന് പറഞ്ഞാൽ, ഒരു വശത്ത് നമുക്കറിയാം, ഇപ്പോ അടൽ ബിഹാരി വാജ്പേയി ലാഹോറിലേക്ക് യാത്ര ചെയ്തു. പാകിസ്ഥാന്റെ അന്നത്തെ പ്രധാനമന്ത്രി ആഗ്രയിൽ വന്ന് മൻമോഹൻ സിംഗ് ജിയുമായിട്ട് ചർച്ച നടത്തി. പക്ഷേ ലാഹോറിലേക്ക് യാത്ര ചെയ്ത് ലാഹോറിൽ ഒപ്പിട്ട കരാറിന്റെ മഷി ഉണങ്ങുന്നതിന് മുമ്പേ കാർഗിൽ യുദ്ധമുണ്ടായി. അപ്പൊ അതുകൊണ്ട് ഭീകരാക്രമണങ്ങൾ നടത്തുന്ന ആളുകൾക്ക് ആ ഭീകരാക്രമണം ഒരു വശത്ത് നടക്കുമ്പോൾ മറുവശത്ത് നമുക്ക് ആ ഭീകരാക്രമണം അവസാനിപ്പിക്കാനുള്ള ചർച്ച നടത്താം എന്നുള്ള സമീപനം ഇന്ത്യ അവസാനിപ്പിച്ചു. അതുകൊണ്ട് ടെറർ ആൻഡ് ടോക്സ് കനോട്ട് ഗോ ടുഗദർ. രണ്ട് രക്തം ഒഴുക്കുന്നു ഇന്ത്യക്കകത്ത്. ആ രക്തം ഒഴുക്കുമ്പോൾ ആ രക്തം ഒഴുക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഇന്ത്യ വെള്ളം ഒഴുക്കി കൊടുക്കുന്ന സമീപനം, ആ സമീപനം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ബ്ലഡ് ആൻഡ് വാട്ടർ കനോട്ട് ഗോ ടു ഫ്ലോ ടുഗദർ. അതുകൊണ്ടാണ് ഈ ഇൻഡസ് വാട്ടർ സിന്ധു നദി കരാർ, ആ കരാർ കുറെ കാലമായിട്ട് ഇന്ത്യ ആവശ്യപ്പെടുന്നതാണ്. അതിന് ആനുകാലികമായിട്ടുള്ള മാറ്റങ്ങൾ, ഇന്നത്തെ കാലഘട്ടത്തിന് ആവശ്യമായിട്ടുള്ള സാങ്കേതികമായിട്ടുള്ള വിദ്യയുടെ അടിസ്ഥാനത്തിൽ ഉൾപ്പെടെയുള്ള മാറ്റങ്ങൾ, ആ മാറ്റങ്ങൾ നമുക്കുണ്ടാകണം എന്നുള്ള ആവശ്യം പാകിസ്ഥാൻ ഇതുവരെ അംഗീകരിച്ചിരുന്നില്ല. അതുകൊണ്ട് ഇപ്പോ നമ്മൾ ഏകപക്ഷീയമായിട്ട് തീരുമാനമെടുത്തു. പക്ഷെ ഇന്റർനാഷണൽ വാട്ടർ ട്രീറ്റി ആയതുകൊണ്ട് അത് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ ഇന്ത്യക്ക് പറ്റില്ല. അതുകൊണ്ട് നമ്മൾ അതിനെ സസ്പെൻഡ് ചെയ്തിരിക്കുക. അതാണ് അതിന്റെ ടേം ഉപയോഗിച്ചിരിക്കുന്നത്. ദി ട്രീറ്റി ഈസ് ഓൺ സസ്പെൻഡഡ് ലെവൽ. അതുകൊണ്ട് ട്രീറ്റി നമ്മൾ ബ്രേക്ക് ചെയ്തു, ട്രീറ്റിയിൽ നമ്മൾ പിൻവാങ്ങി. അത് ലോകബാങ്ക് ഉൾപ്പെടെ ചേർന്നുകൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു കരാറാണ്. അപ്പൊ അതുകൊണ്ട് ആ കരാറിൽ അന്താരാഷ്ട്ര മര്യാദയും അന്താരാഷ്ട്ര കീഴ്വഴക്കങ്ങളും പാലിച്ചുകൊണ്ട് ഇന്ത്യ അതിൽ നിന്ന് പിന്മാറാൻ ഇന്ത്യക്ക് സാധിക്കാത്തത് കൊണ്ട് ഇന്ത്യ അതിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. മൂന്നാമത്തെ കാര്യം, ഈ എനി ആക്ട് ഓഫ് ടെറർ വിൽ ബി കൺസിഡേർഡ് ആസ് എൻ ആക്ട് ഓഫ് വാർ. അതുകൊണ്ട് ഭീകരാക്രമണങ്ങളുടെ സംഭവങ്ങൾ നടന്നു കഴിഞ്ഞാൽ ആ സംഭവങ്ങളെ യുദ്ധത്തിന് സമാനമായിട്ടുള്ള കൃത്യമായിട്ട് ഇന്ത്യ കണക്കാക്കും എന്നുള്ള പ്രഖ്യാപനം. ഇത് ഇന്ത്യയുടെ വരുംകാലങ്ങളിലുള്ള സമീപനങ്ങളെ കുറിച്ചിട്ടുള്ള വ്യക്തമായിട്ടുള്ള ഒരു ദിശാസൂചകമാണ്. ഇന്ത്യ ഇങ്ങനെയാണ് ഇനി ഇത്തരം കാര്യങ്ങളെ കാണാൻ പോകുന്നത് എന്നുള്ള ഒരു സമീപനം, ഒരു നയപരമായിട്ടുള്ള സമീപനം. Sir, my name is Kaila Sumi. I am studying in 8th standard. I am from Amta Valley, Deva. Sir, what challenges did the government face during the Operation Sindoor? ഓപ്പറേഷൻ സിന്ദൂറിനിടയിലുള്ള ചാലഞ്ചസിനെ കുറിച്ച് പറയാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമായിരിക്കില്ല. കാരണം ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് ഒരു മിലിറ്ററി ഓപ്പറേഷനാണ്. അപ്പോൾ മിലിറ്ററി ഓപ്പറേഷന്റെ ചലഞ്ചസ് ഓപ്പറേഷണൽ ഡീറ്റെയിൽസിന്റെ ഭാഗമാണ്.
അപ്പോൾ ആ ഓപ്പറേഷണൽ ഡീറ്റെയിൽസിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ എനിക്കും അറിയാൻ പറ്റില്ല, ഇനി അറിയാവുന്ന കാര്യങ്ങളെല്ലാം എനിക്ക് പറയാനും പാടില്ല. അതേസമയത്ത് ഒരു രാജ്യത്തിലെ ജനങ്ങളുടെ സുരക്ഷ, ആ സുരക്ഷ ഉറപ്പുവരുത്തുക എന്നുള്ള സർക്കാരിന്റെ മുകളിലുള്ള ഉത്തരവാദിത്വം, ആ ഉത്തരവാദിത്വം നിറവേറ്റുക. അതോടൊപ്പം ഇന്ത്യ പാകിസ്ഥാനെതിരായിട്ട് അല്ലെങ്കിൽ പാകിസ്ഥാനിലുള്ള ഭീകരവാദികൾക്കെതിരായിട്ട് ഒരു സൈനിക നടപടി എടുക്കുമ്പോൾ അതിന് ഏതൊക്കെ തരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും? സാമ്പത്തികമായിട്ടുള്ള പ്രത്യാഘാതം എന്തൊക്കെയായിരിക്കും? സൈനികമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയായിരിക്കും? തന്ത്രപരമായിട്ടുള്ള ഏതൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്? ഇങ്ങനെയുള്ള വിവിധ തലങ്ങളിൽ സ്ട്രാറ്റജിക്, എക്കണോമിക്, സെക്യൂരിറ്റി, ഈ തരത്തിലുള്ള വിവിധ കാര്യങ്ങൾ ഒരുമിച്ച് ഇരുന്ന് ആലോചിക്കുക എന്നുള്ള, ഒരുമിച്ച് ചർച്ച ചെയ്യുക എന്നുള്ളതിന് വേണ്ടിയിട്ട് ഇന്ത്യക്ക് പല സംവിധാനങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ്, അത് സൈനിക തലത്തിലുള്ള ഒരു കൺട്രോളിംഗ് മെക്കാനിസമാണ്. അതോടൊപ്പമാണ് ഇന്ത്യൻ സേനയുടെ 3 സേനകളെയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് CDS, ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ്, ഇന്ത്യ അങ്ങനെ ഒരു പദവി സൃഷ്ടിച്ചുകൊണ്ട് ഒരാളെ ആ പദവിയിലേക്ക് അപ്പോയിന്റ് ചെയ്തത് ഈ അടുത്ത കാലത്താണ്, ഏതാണ്ട് 2-3 വർഷത്തിനിടയിലാണ്. മൂന്നാമത്തെ കാര്യമാണ് നമ്മുടെ സർക്കാരിന്റെ തലത്തിൽ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി. അപ്പോൾ ആ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി എന്ന് പറയുന്നത് സർക്കാരിലെ മുതിർന്ന മന്ത്രിമാരുൾപ്പെടുന്ന സമിതിയാണ്. അതോടൊപ്പം ഒരു ജനാധിപത്യ രാജ്യം എന്നുള്ള നിലയിൽ ജനാധിപത്യ രാജ്യത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളെ വിശ്വാസത്തിലെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വങ്ങളുമായിട്ട് ആശയവിനിമയം നിലനിർത്തുക, അവരെ കൂടി വിശ്വാസത്തിലെടുക്കുക എന്നുള്ളത് വേറൊരു തലമാണ്. അപ്പൊ ഇങ്ങനെയുള്ള പല തലത്തിലുള്ള പല കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളെല്ലാം കണക്കിലെടുത്തുകൊണ്ടും ഈ കാര്യങ്ങളെല്ലാം വേണ്ട രീതിയിൽ പരിഗണിച്ചുകൊണ്ടുമുള്ള നീക്കങ്ങളാണ് ആ ദിവസങ്ങളിലും അതിനു മുൻപും കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടിട്ടുള്ളത്. Namaskaram, sir. My name is Raya Ahmed Anis. I am studying in Amrita Kayali Vidya Bhavan in 8th standard. Sir, my question is, what are the measures that our country is willing to take if facing any other problems like this in the near future? തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു നടപടി എന്നുള്ള നിലയിലാണ് ഇന്ത്യയുടെ നയം എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടുള്ള ഇന്ത്യയുടെ പോളിസി എന്നുള്ള നിലയിലുള്ള കാര്യങ്ങൾ ഗവൺമെന്റ് അനൗൺസ് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല, ആഗോളതലത്തിലുള്ള അഭിപ്രായം സമാഹരിക്കാൻ ഇത്തരത്തിലുള്ള നടപടികൾക്ക് മുൻകൈയെടുക്കുന്ന രാജ്യങ്ങൾക്കെതിരായിട്ടുള്ള നിലപാടെന്താണ്, അങ്ങനെയുള്ള രാജ്യങ്ങൾക്കെതിരായിട്ട് ആഗോളതലത്തിലുള്ള അഭിപ്രായ രൂപീകരണം, ആ അഭിപ്രായ രൂപീകരണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം എന്നുള്ള നിലയിലാണ് ഗവൺമെന്റ് എടുത്ത നടപടികൾക്ക് പുറമെ ഇപ്പോൾ പാർലമെന്റ് ഈ തരത്തിലുള്ള ഒരു സർവകക്ഷി സംഘം, ആ സംഘം വിദേശ രാജ്യങ്ങളിൽ യാത്ര ചെയ്യണം എന്നുള്ളതടക്കം തീരുമാനിച്ചു. അപ്പൊ ഈ തരത്തിൽ ഭാവിയിൽ ഉയർന്നു വരാൻ സാധ്യതയുള്ള വെല്ലുവിളികൾ, ആ വെല്ലുവിളികളെ എങ്ങനെ ഫലപ്രദമായിട്ട് നേരിടാൻ കഴിയും, അത്തരത്തിലുള്ള വെല്ലുവിളികൾ ഉയർന്നു വരാതിരിക്കാൻ ആവശ്യമായിട്ടുള്ള, നമ്മൾ ഇത്തവണ ഉപയോഗിച്ചൊരു വാക്ക് പ്രീഎംപ്റ്റീവ് ഡിപ്ലോമസി എന്നുള്ള വാക്കായിരുന്നു. അതായത് നയതന്ത്ര മേഖലയിൽ ഒരു പ്രശ്നങ്ങളെ മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ഒരു നയതന്ത്ര സമീപനം, ആ പ്രീഎംപ്റ്റീവ് ഡിപ്ലോമസിയുടെ ഭാഗമായിട്ടും കൂടിയാണ് ഞങ്ങൾ ലോകരാജ്യങ്ങളിലെ ജനതകളുമായിട്ട് സംവദിക്കുന്നത്. നമ്മുടെ ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായിരുന്ന സയ്യിദ് അക്ബറുദ്ദീൻ, അദ്ദേഹത്തിന് കേരളവുമായിട്ടൊരു ചെറിയൊരു ബന്ധമുണ്ട്. അദ്ദേഹം ജനിച്ചത് കൊച്ചിയിലാണ്. അദ്ദേഹത്തിന്റെ അച്ഛനമ്മയും കൊച്ചിയിൽ ജീവിച്ചിരുന്ന കാലത്ത്, ജോലി ചെയ്തിരുന്ന കാലത്താണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം തെലുങ്ക് ഭാഷ സംസാരിക്കുന്ന ആളാണ്, ആന്ധ്രക്കാരനാണ്, തെലുങ്കാനക്കാരനാണ്.
അദ്ദേഹം ഉപയോഗിച്ച വാക്ക് ദിസ് ഈസ് പാർട്ട് ഓഫ് എ പ്രീഎംപ്റ്റീവ് ഡിപ്ലോമസി എന്നുള്ളത്. അപ്പൊ അങ്ങനെ ഒരു ഇതും കൂടി വരാനിരിക്കുന്ന വെല്ലുവിളികളെ നേരിടുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക്. സാർ, ഞാൻ അഭിനവരെ BBHSS സ്കൂളിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇന്ത്യ ആദ്യമായിട്ടാണ് വിദേശത്തേക്ക് യുദ്ധപരമായ സാഹചര്യത്തിൽ ഡെലിഗേറ്റ്സിനെ അയക്കുന്നത്. അപ്പോൾ ഈ ആശയം എവിടെ നിന്നാണ് ലഭിച്ചത്? എനിക്ക് പറയാൻ പറ്റില്ല. ആശയം എവിടുന്ന് വന്നു എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ അത് എന്തായാലും തീർച്ചയായിട്ടും ഇന്ത്യയുടെ വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു നേതൃത്വം ഇന്ത്യക്കുള്ളത് കൊണ്ട്, അവരെല്ലാവരുമായിട്ടും ചർച്ച ചെയ്യുന്നത് കൊണ്ട്, അതിൽ നിന്ന് ഉയർന്നു വന്ന നിർദ്ദേശങ്ങളുടെയോ അഭിപ്രായങ്ങളുടെയൊക്കെയോ അടിസ്ഥാനത്തിൽ പുതിയ ആശയങ്ങൾ, എപ്പോഴും ആശയങ്ങൾ ഉണ്ടാകുന്നത് ഒരു വ്യക്തിയുടെ മാത്രം മനസ്സിൽ നിന്നുണ്ടാകുന്ന ആശയങ്ങളല്ല. ആശയങ്ങൾ ഉണ്ടാകുന്നത് ഒരാളിപ്പോ എന്നോട് പറഞ്ഞു നിൽക്കട്ടെ, ഇപ്പൊ ഉദാഹരണത്തിന് എന്നോടൊരു കാര്യം പറഞ്ഞു, അത് അതേപടി എന്നിൽ അത് ഉണ്ടാക്കുന്ന ചില പുതിയ ആശയങ്ങൾ ഉണ്ടാവും. ഒരു ചോദ്യത്തിൽ നിന്ന് പുതിയ ആശയങ്ങൾ വരും. അപ്പൊ അങ്ങനെയുള്ള ആശയങ്ങളിൽ നിന്ന് ഒരു കൂട്ടായിട്ടുള്ള ചർച്ചയിലൂടെയാണ് ഇതുപോലത്തെ ആശയങ്ങൾ ഉണ്ടാകുന്നത് എല്ലാ കാലത്തും. അങ്ങനെയൊരു ആശയം വന്നു. മാത്രമല്ല, ഞങ്ങൾ ഇത്തവണ തിരിച്ചു വന്നപ്പോഴും പ്രധാനമന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ വിളിച്ചപ്പോ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ച പ്രധാനമന്ത്രി ഇതേപോലെ ഒരു ഹാളിൽ പ്രധാനമന്ത്രി ഇരിക്കും, നമ്മളെല്ലാവരും ഇതുപോലെ ഇരിക്കും, എല്ലാവരോടും നിങ്ങളുടെ യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കും, നമ്മളെല്ലാവരും റിപ്പോർട്ട് ചെയ്യും. അപ്പൊ അവിടെ ചെന്നപ്പോൾ കസേരയും മേശയൊന്നുമില്ല. എല്ലാവർക്കും ഒരു ലോണിൽ ഒരു ഹൈ ടേബിൾ, ഒരു 5-6 ടേബിൾ ഇട്ടിട്ടുണ്ട്. 2 സൈഡിലും ചായ കാപ്പിയുടെ സംവിധാനമുണ്ട്. അപ്പൊ നമ്മൾ വിചാരിച്ചു, ഈ ചൂടിൽ വെയിലത്ത് നിന്നിട്ടാണോ, വെയിലല്ല, വൈകുന്നേരം 6-7 മണിയായി, ഈ നിന്ന് വർത്താനം പറയാൻ എങ്ങനെയായിരിക്കും പരിപാടി? അപ്പൊ പ്രധാനമന്ത്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫോർമലായിട്ട് എല്ലാവരുമായിട്ടും ഇന്ററാക്ട് ചെയ്തു. അപ്പൊ 59 പേരുമായിട്ടും ഞങ്ങൾക്ക് ആർക്കും പ്രധാനമന്ത്രിയോട് പറയേണ്ട കാര്യങ്ങൾ സംസാരിച്ച് പൂർത്തിയാക്കാൻ പറ്റിയില്ല എന്ന് തോന്നിയില്ല. അതേസമയത്ത് ഇങ്ങനെ ഇരുന്നിരുന്നുവെങ്കിൽ ഒരിക്കലും അത് സാധിക്കില്ല. അപ്പൊ ഇതുപോലെയുള്ള പുതിയ പുതിയ രീതികളിലുള്ള കമ്മ്യൂണിക്കേഷൻസ്, പുതിയ രീതികളിലുള്ള മെക്കാനിസംസ്, ഇത് നരേന്ദ്രമോദിജിയുടെ മാത്രം അദ്ദേഹത്തിന്റെ സ്വന്തമായിട്ട് പൂർണ്ണമായിട്ടും ആണോ അല്ലയോ എന്നൊന്നും നമുക്കറിയില്ല. അദ്ദേഹത്തിന് ഒരു വലിയ പങ്കുണ്ടാവും തീർച്ചയായിട്ടും. ഈ വശത്തുനിന്ന് ചോദ്യങ്ങൾ അതെ 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 രണ്ട് ചോദ്യം. So, my name is Rajiv. Normally, Pahalgam attack on the it took almost 1 week for us to respond. 1 week? 1 week for us to respond. More More than. Aren't we bit slow? And why this much? Because now Israel, Iran nuclear chances ഉണ്ട് എന്ന് പറഞ്ഞ് they early planned a retaliation. അപ്പോൾ we know that Pakistan is running a terrorist camp. Musafir എല്ലാം ഉണ്ടെന്നാണ് അറിയാം. Why we are holding on these things? വളരെ വ്യക്തമായിട്ട് അതിനുള്ള മറുപടി നേരത്തെ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. അതായത് പെഹൽഗാം സംഭവം നടന്നത് 22-ാം തീയതിയാണ്, ഏപ്രിൽ 22-ാം തീയതി. നമ്മൾ 15 ദിവസം വെയിറ്റ് ചെയ്തത് നമ്മൾ പ്രതീക്ഷിച്ചത് മീൻസ് വി വാണ്ടഡ് ദം ടു ടേക്ക് ആക്ഷൻ. കാരണം ലോക സമൂഹത്തിന്റെ മുന്നിൽ അത് ഇന്ത്യക്ക് നൽകിയിട്ടുള്ള ഒരു അംഗീകാരം അത് വളരെ വലുതാണ്. ഇന്ത്യ ഈ അവസരം ഉപയോഗിച്ചുകൊണ്ട് പാകിസ്ഥാനെതിരായിട്ട് ആക്രമണം നടത്താൻ പോയില്ല. ഇന്ത്യ ഈസ് നോട്ട് ദി അഗ്രസർ. ഇന്ത്യ 15 ദിവസം പാകിസ്ഥാൻ നടപടിയെടുക്കും എന്ന് പ്രതീക്ഷിച്ച് കാത്തിരുന്നു. 15 ദിവസം കഴിഞ്ഞിട്ടും നടപടി ഉണ്ടാകാത്ത സാഹചര്യത്തിൽ ഇന്ത്യ ചെയ്തു. സാമധാന ഭേദദണ്ഡം എന്ന് പറയില്ലേ, എന്ന് പറഞ്ഞാല് അവരുടെ നിയന്ത്രണത്തിലുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളത് അവരോട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ തന്നെ വേണ്ട കാര്യങ്ങൾ ചെയ്യുക. നമുക്ക് വേണം പറയാം, അതൊന്നും അവരിൽ നിന്ന് പ്രതീക്ഷിക്കരുതായിരുന്നു, ശരിയാണ്. പക്ഷെ
എപ്പോഴും ഒരു ആഗോള തലത്തിൽ നമ്മൾ നീതി ഉണ്ടാകുക മാത്രമല്ല, വി ഷുഡ് ബി സീൻ ടു ബി ഡൂയിങ് ജസ്റ്റിസ്. മറ്റുള്ളവർക്ക് തോന്നുക കൂടി വേണം. നമ്മൾ ഒരു ചാടിക്കേറി ധൃതി കാണിച്ച് നമ്മളൊരു കാര്യം ചെയ്ത് അല്ല. പിന്നെ ഇപ്പോഴത്തെ താരതമ്യം ചെയ്തു കഴിഞ്ഞാൽ, ഇന്നലെ മിനിയാന്നല്ലല്ലോ ഇറാൻ ന്യൂക്ലിയർ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങിയത്. ഇസ്രായേൽ കുറെ കാലമായിട്ട് അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്റർനാഷണൽ അറ്റോമിക് എനർജിയുടെ അറ്റോമിക് ഏജൻസീസ് ഇറാനോട് അതിന്റെ എന്താ കണ്ടീഷൻസ് പാലിക്കണമെന്ന് ആവശ്യപ്പെടുന്നു, അവർ പാലിക്കുന്നില്ല. അപ്പൊ ഇസ്രായേൽ ഇന്നലെ സ്ട്രൈക്ക് ചെയ്യാൻ എടുത്ത തീരുമാനം അവരുടെ ഒരു അസസ്മെന്റിന്റെ ബേസിസിലാണ്. എന്ന് പറഞ്ഞാൽ അത് ഇന്നായി ആകാമായിരുന്നില്ലേ, അല്ലെങ്കിൽ മിനിയാന്നാകാമായിരുന്നില്ലേ എന്നുള്ളതൊക്കെ ചോദ്യങ്ങൾ വരാം. അവർ ഇന്നലെ അത് ചെയ്യാൻ തീരുമാനം എടുത്തു. അത് അവരുടെ ഒരു അസസ്മെന്റ്. അപ്പൊ അതേപോലെ നമ്മുടെ ഒരു അസസ്മെന്റ് ആയിരുന്നു 7th. കാരണം നമ്മൾ ഇത് കഴിഞ്ഞു, സംഭവം നടന്നു, ഇതിനെക്കുറിച്ചിട്ടുള്ള സ്റ്റഡി, ഇതിനെക്കുറിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി, അത് കഴിഞ്ഞിട്ട് നമ്മൾ റിയാക്ട് ചെയ്തു. അപ്പൊ അത് ആ സിറ്റുവേഷന്റെ ഒരു പ്രത്യേകത കണക്കിലെടുത്തുകൊണ്ടുള്ള നമ്മുടെ റിയാക്ഷൻ. നമസ്കാരം, ഞാൻ ഡോക്ടർ ലക്ഷ്മി വി. നമ്മളിപ്പോ ഏറ്റവും അധികം ഇതൊരു പോസിറ്റീവ് ഈ ഓപ്പറേഷൻ സിന്ദൂർ കൊണ്ട് നമുക്ക് വേൾഡിനെ കാണിക്കാൻ പറ്റിയ ഒരു പോസിറ്റീവായ കാര്യം ഇന്ത്യയുടെ ഒരു സ്ട്രാറ്റജി ആയിരിക്കും. ഇപ്പം സാർ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും റെസ്ട്രെയിൻറ്റ് നമ്മൾ അതിൻ്റെ അകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ ഇതിനകത്ത് ഒരു പോസിറ്റീവ് തിങ്, ഇന്ത്യയുടെ ഒരു ഇൻഡിജിനസ് മാനുഫാക്ചറിംഗിന് ഇതിനൊരു വലിയൊരു പുഷ് ഡെഫിനറ്റ് ആയിട്ട് തരാൻ പറ്റും. ബിക്കോസ് നമ്മളുടെ വെപ്പൺസ് ഇത്രയും പവർഫുൾ ആണ്, വേൾഡിനെ കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യം. അതോടൊപ്പം തന്നെ ഒരു കാര്യം നമ്മൾക്ക് സംശയമുള്ള ഒരു കാര്യം, FATF ആ ഒരു കോമ്പാറ്റ് ചെയ്യുന്നു ടെററിസത്തിനെയും അല്ലെങ്കിൽ മണി ലോണ്ടറിങ്ങിനെയും എന്നുള്ളത്. അവര് പാകിസ്ഥാനെ ബ്ലാക്ക് ലിസ്റ്റില് ഗ്രേ ലിസ്റ്റില് 2018 പെടുത്തി. പക്ഷെ 2022 ആ ഗ്രേ ലിസ്റ്റിൽ നിന്ന് പാകിസ്ഥാൻ പുറത്തേക്ക് വരാനായിട്ടുള്ള അവർ ആ ഒരു കംപ്ലീറ്റ് എല്ലാ കാര്യങ്ങളും അതിനകത്ത് കംപ്ലൈ ചെയ്തുകൊണ്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട്. അത് ഇതിന് ഈ ഒരു ഓപ്പറേഷൻ സിന്ദൂറിലെ ഒരു ഫണ്ടിങ്, നമ്മുടെ ഒരു ഇതിലേക്ക് ഇന്ത്യയിലേക്കുള്ള ഒരു അറ്റാക്കിനേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫണ്ടിങ്ങും, പിന്നെ ഇപ്പൊ നമ്മള് ബാക്കിയുള്ള അവർക്ക് കിട്ടുന്ന ഫണ്ടിങ്ങിലും ഒന്ന് അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായി. അല്ല, ഇന്റർനാഷണൽ ജിയോ പൊളിറ്റിക്സിന്റെ ഒരു പ്രത്യേകത നമുക്ക് എല്ലാവരും മനസ്സിലാക്കേണ്ടത്, ഈ ധാരാളം കോംപ്ലിക്കേഷൻസും കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഉദാഹരണത്തിന് സാറ് പറഞ്ഞു സെക്യൂരിറ്റി UN ആന്റി ടെററിസം കമ്മിറ്റിയുടെ ഇതായിട്ട് പാകിസ്ഥാൻ വരുന്നു. കാരണം പാകിസ്ഥാൻ ഭീകരാക്രമണം നടത്തുമ്പോഴും പാകിസ്ഥാൻ UN സെക്യൂരിറ്റി കൗൺസിലിലെ നോൺ പെർമനന്റ് മെമ്പറാണ്. എന്ന് പറഞ്ഞാൽ എലക്റ്റഡ് മെമ്പർ. 2 വർഷത്തെ ഓരോ സോണിൽ നിന്ന്, ഇപ്പോൾ ഏഷ്യ പസഫിക് സോണിൽ നിന്ന് 2 വർഷത്തിലൊരിക്കൽ എലക്ട് ചെയ്യപ്പെടുന്ന മെമ്പർമാർ എന്നുള്ള നിലയിൽ പാകിസ്ഥാൻ വരികയാണ്. അപ്പോൾ പാകിസ്ഥാൻ വരുമ്പോൾ ബൈ റൊട്ടേഷൻ ഓരോ രാജ്യത്തിനും 1 മാസം പ്രിസൈഡ് ചെയ്യാനുള്ള അവസരം കിട്ടും സെക്യൂരിറ്റി കൗൺസിൽ. സെക്യൂരിറ്റി കൗൺസിലിന്റെ ചെയർ എന്ന് പറയുന്നത് ബൈ റൊട്ടേഷൻ ആണ് വരുന്നത്. അപ്പോൾ പാകിസ്ഥാൻ സാധാരണഗതിയിൽ 2 മാസം അവർക്ക് കിട്ടും. ഇന്ത്യക്ക് നേരത്തെ 2 മാസം നമുക്ക് കിട്ടിയിരുന്നു. അപ്പോൾ ഈ ചെയർ ചെയ്യാൻ കിട്ടുന്ന സമയത്തും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാകുന്ന കമ്മിറ്റികൾ, ഈ കമ്മിറ്റികളിൽ പാകിസ്ഥാൻ വരും. അതൊരു ഒരു വലിയ വിരോധാഭാസമാണ്. പക്ഷേ നേരത്തെ പറഞ്ഞ ഇന്റർനാഷണൽ ബോഡീസ്, മൾട്ടിലാറ്ററൽ ഫോറം, സെക്യൂരിറ്റി UN ഒരു ടൂത്ത്ലെസ് ഓർഗനൈസേഷൻ ആയിട്ട് മാറിയിരിക്കുന്നു എന്നുള്ളത് അത് ഒരിക്കൽ കൂടി വ്യക്തമാകുന്നതാണ് ഇതുപോലെയുള്ള കാര്യങ്ങൾ. മാത്രമല്ല ഗ്ലോബൽ പബ്ലിക് ഒപ്പീനിയൻ, ആ ഗ്ലോബൽ പബ്ലിക് ഒപ്പീനിയന്റെ കാര്യത്തിൽ പല ഘടകങ്ങളുണ്ട്. എല്ലാ രാജ്യങ്ങളും ആഗ്രഹിക്കുന്നത് അവർ ഏറ്റവും ശക്തമായിട്ടുള്ള രാജ്യമായിട്ട് നിൽക്കണം എന്നാണ്. ഇന്ത്യ ഒരു വലിയ ശക്തമായിട്ടുള്ള രാജ്യമായിട്ട് മാറുന്നു എന്നുള്ളത് മറ്റാർക്കും ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. കാരണം
നിലവിലുള്ള സാഹചര്യങ്ങളെ മാറുകയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ത്യ UK ഓവർടേക്ക് ചെയ്തു എക്കോണമിയിൽ എന്നുള്ളത്. ഇന്ത്യ ജർമ്മനിയെ ഓവർടേക്ക് ചെയ്തു. ഇന്ത്യ ജപ്പാനെ ഓവർടേക്ക് ചെയ്യും. അപ്പൊ ജർമ്മനിയെയും UK സംബന്ധിച്ചിടത്തോളം 4ാം സ്ഥാനത്തുണ്ടായിരുന്നത് 5ാം സ്ഥാനത്താവുന്നത് അവർക്ക് ഇഷ്ടപ്പെടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ ശ്രമിക്കുക ഇന്ത്യയെ കുറച്ച് ഒന്ന് ഒരു ഡെലിക്കേറ്റ് സിറ്റുവേഷനിലാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ അവരുടെ ഭാഗത്തെടുക്കും. അപ്പൊ ഈ ഒരു ഇന്റർനാഷണൽ ജിയോ പൊളിറ്റിക്സിന്റെ പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ്, ആ കോമ്പിനേഷൻസിൽ ഇത് വരും. പക്ഷെ അതുകൊണ്ടുകൂടിയാണ് നമ്മൾ ഈ എഫർട്ടിലൂടെ നമ്മൾ ലോകത്തോട് പറഞ്ഞത്. ഇപ്പൊ ഞാൻ സാന്ദർഭികമായിട്ട് പറയാം, മീഡിയയിലാരും ഇല്ലാത്തത് കൊണ്ട് കൂടി ഞാൻ പറയാം. കാരണം ഇസ്രായേലിനെതിരായിട്ട് അല്ലെങ്കിൽ പലസ്തീൻ വിഷയത്തിൽ അറബ് രാജ്യങ്ങളോട് നമ്മൾ ചോദിച്ച ഇൻഫോർമലായിട്ട് ചോദിച്ചൊരു ചോദ്യം, അറബ് രാജ്യങ്ങളിൽ പകുതിയിലധികം സ്ഥലങ്ങളിൽ അമേരിക്കൻ മിലിറ്ററി ബേസ് ഉണ്ട്. എന്തുകൊണ്ട് നിങ്ങൾ ആ മിലിറ്ററി ബേസിന്റെ ഇത് വെച്ചിട്ട് നിങ്ങൾ അമേരിക്കക്ക് ഞങ്ങൾ സ്ഥലം തരില്ല, നിങ്ങൾ ഇസ്രായേലിനെ സഹായിക്കുന്നത് നിർത്തണം എന്ന് പറഞ്ഞില്ല? അപ്പൊ അതിന് മറുപടി ഇല്ലായിരുന്നു. അപ്പൊ അത് അവരുടെ ഒരു എന്താ, അവർക്ക് അവരുടെ ഒരു പ്രശ്നമാണത്. അവർക്കത് ചെയ്യാൻ പറ്റില്ല. അത് സാധിക്കാത്ത സാഹചര്യത്തിൽ അവർക്ക് ഇതേ ചെയ്യാൻ പറ്റുള്ളൂ. ഇതേപോലെ ചില കാര്യങ്ങളിൽ ഈ പറഞ്ഞ ഗ്രേ ലിസ്റ്റിൽ നിന്ന് പാകിസ്ഥാൻ റിലീവ് ആവാനും വീണ്ടും ഗ്രീൻ ലിസ്റ്റിൽ പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം നമ്മൾ തുടരുകയും. അപ്പൊ അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അത് ഒരു തവണ എടുത്തു തീരുമാനമായി അത് എന്നേക്കും അങ്ങനെ തന്നെ നിൽക്കും എന്നൊന്നുമില്ല. അപ്പൊ അത് തുടർച്ചയായിട്ട് നമ്മൾ എഫർട്ട് നടത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളതേ പരിഹാരം. നമസ്കാരം, എൻ്റെ പേര് സുരേഷ് മോഹൻ. എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം, ഡെലിഗേഷന്റെ പാർട്ടായതുകൊണ്ട് ഒരു സേയിങ് ഉണ്ടല്ലോ, നോ പെർമനന്റ് ഫ്രണ്ട്സ് ഇൻ ഇന്റർനാഷണൽ റിലേഷൻ, ഓൺലി ഇൻട്രസ്റ്റ്. ഇപ്പൊ ഈ പല 4 കൺട്രിയിൽ പല കൺട്രീസിലും പോയി, ഈ കൺട്രീസ് ഒക്കെ നമ്മളെ ലിസൺ ചെയ്യാനുള്ള ഒരു റീസൺ എന്താണെന്നാണ് ഇൻഫ്ലുവൻസ് ഓൺ ദാറ്റ് ആസ് എ ഡെലിഗേറ്റ്? എസ്പെഷ്യലി ഖത്തറിലെ ഈ സബ്സ്റ്റാൻഷ്യൽ ബ്ലോക്ക് ആണ് പാകിസ്ഥാനിൽ. പിന്നെ അത് നമ്മൾ ആ ഓപ്പറേഷൻ സിന്ധുവിന്റെ സമയത്ത് കണ്ടതാണ്, അമേരിക്ക വാസ് നോട്ട് ദാറ്റ് കീൻ ടു സപ്പോർട്ട് us. അപ്പം വാട്ട് ഈസ് ദ റീസൺ വിച്ച് യു ഫീൽ ആസ് എ ഡെലിഗേറ്റ് they are listening to us now? Is it our economic might? Is it our military might? Is it our democracy? What is your influence on that? ഇതിൽ ഈ പറഞ്ഞതെല്ലാം ഉണ്ട്. അതായത് എപ്പോഴും ഈ there are no friends, there are only interests. ശരിയാണ്. അതേപോലെ ഈ ഇന്റർനാഷണൽ പൊളിറ്റിക്സിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം ഈ ജയിച്ച് മുന്നോട്ട് പോകുന്ന ആളുകളെ അല്ലെങ്കിൽ ശക്തരായിട്ട് മുന്നോട്ട് പോകുന്ന ആളുകളെ അംഗീകരിക്കുക എന്നുള്ളതും ലോകത്തിന്റെ പ്രത്യേകതയാണ്. അത് ഇന്റർനാഷണൽ പൊളിറ്റിക്സ് മാത്രമല്ല, നമ്മുടെ നാട്ടിലെ സമൂഹത്തിലാണെങ്കിലും അങ്ങനെയാണ്. വലിയ ആളുകളെ നമ്മളെല്ലാവരും അംഗീകരിക്കും, ശക്തിയുള്ളവനെ അംഗീകരിക്കും. അപ്പൊ ആ ശക്തിയുള്ളവനെ അംഗീകരിക്കുക എന്നുള്ളത്, ഇന്ത്യ ഈസ് ഡൂയിങ് ഗുഡ് ഇൻ മെനി ആസ്പെക്ട്സ്. ശക്തി എന്ന് പറയുന്നത് നമ്മുടെ ജനസംഖ്യ മാത്രമല്ല, നമ്മുടെ എക്കോണമി മാത്രമല്ല, നമ്മുടെ മാർക്കറ്റ് മാത്രമല്ല. ഇന്ത്യ ഒരു മാർക്കറ്റ് എന്നുള്ള നിലയിൽ വലിയൊരു ഇതാണ്. ഇതുപോലെയുള്ള നിരവധി ഘടകങ്ങൾ, ഈ ഘടകങ്ങൾ കാരണം പിന്നെ ഇന്ത്യയുടെ ഒരു സ്റ്റേബിൾ ഡെമോക്രസി എന്നുള്ളത് ഒരു വലിയ ആസ്പെക്റ്റാണ്. ഉദാഹരണത്തിന് ലോകത്ത് വിവിധ രാജ്യങ്ങളിൽ നമ്മൾ താരതമ്യം ചെയ്താൽ 3ാമത്തെ തവണ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഒരു പ്രധാനമന്ത്രി ലോകത്തിലെ ജനാധിപത്യ രാജ്യങ്ങളിൽ അപൂർവം മാത്രമേ ഉള്ളൂ. എന്നാൽ ആഫ്രിക്കയിലെ ചെറിയ 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 രാജ്യങ്ങൾ ഉണ്ടാവും, പക്ഷെ അവിടെയൊക്കെ ജനാധിപത്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതെ അവർ തെരഞ്ഞെടുപ്പ് നടത്തുന്നുണ്ട്, പക്ഷെ അവിടുത്തെ ജനാധിപത്യം അങ്ങനെയുള്ളതല്ല. 26 കൊല്ലം 28 കൊല്ലം 30 കൊല്ലമായിട്ടൊക്കെ ഒരേ ആള് തന്നെ പ്രസിഡന്റായിട്ട് തുടരുന്ന രാജ്യങ്ങളൊക്കെ. പക്ഷെ അവിടെ നടക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇന്ത്യയിലെ ഒരു വൈബ്രന്റ് ഡെമോക്രസി, ഇന്ത്യയിലെ ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി, ഡെമോക്രസി മാത്രമല്ല എന്ന് പറയാ, ഇലക്ടറൽ പൊളിറ്റിക്സ് മാത്രമല്ല, ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി. കാരണം ഗവൺമെന്റിനെതിരായിട്ടടക്കം സ്ട്രിക്ചേഴ്സ് പാസ്സാക്കാൻ അധികാരമുള്ള ഒരു ജുഡീഷ്യറി. അങ്ങനെയുള്ള
ഒരു സാഹചര്യത്തിൽ റൂൾ ഓഫ് ലോ നിലനിർത്തിക്കൊണ്ട് ഇപ്പോ നിങ്ങളിപ്പോ കഴിഞ്ഞ ദിവസം ലോസ് ഏഞ്ചൽസിലെ സംഭവങ്ങൾ നിങ്ങൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ട്. ലോസ് ഏഞ്ചൽസിൽ എത്ര പേരാണ് പിന്നെ അവിടെ ഇല്ലീഗൽ മൈഗ്രേഷനെതിരായിട്ട് ഗവൺമെന്റ് എടുത്ത നിയമ നടപടിയുടെ എതിരായിട്ടുള്ള പ്രക്ഷോഭത്തിൽ തീവെച്ച് കാറുകൾ നശിപ്പിക്കുക, ഇതുപോലെയുള്ള അക്രമങ്ങൾ നടന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇന്ത്യയിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യം, ഈ സാഹചര്യത്തിൽ ഇന്ത്യയോടുള്ള താല്പര്യം, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ഡിജിറ്റൽ എക്കോണമി ലോകം മുഴുവൻ വളരെ കൂടുതൽ അപ്രിസിയേഷനോടുകൂടി കാണുന്ന ഒരു കാര്യമാണ് ഇന്ത്യയുടെ ഡിജിറ്റൽ എക്കോണമി. ഈവൻ അതുപോലെ ഇന്ത്യയിലെ ഇത്രയും വലിയൊരു ഇലക്ട്രൽ സിസ്റ്റം നമ്മൾ ബാലറ്റ് ഉപയോഗിക്കാതെ ഇതിലൂടെ അമേരിക്കയിൽ പോലും പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുന്നത് 5-7 ദിവസം വോട്ടെണ്ണൽ കഴിഞ്ഞിട്ടാണ്. നമുക്ക് അന്ന് വൈകുന്നേരം നമുക്ക് റിസൾട്ട് കിട്ടും. ഇങ്ങനെ ഇന്ത്യ നടത്തിയിട്ടുള്ള പലതരത്തിലുള്ള നേട്ടം. പിന്നെ അവർക്ക് ഇന്ത്യയെ ആവശ്യമുണ്ട്. രണ്ടും, ഇന്ത്യ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് ഇന്ത്യ പല കാരണങ്ങളാൽ ആവശ്യമുണ്ട്. ഇപ്പോൾ നമ്മുടെ ട്രേഡ് നോക്കിക്കഴിഞ്ഞാൽ ഖത്തറിൽ നിന്ന് നമ്മൾ ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അവർക്കും വിൽക്കാൻ ഒരു സ്ഥലം വേണം. നമ്മൾ ഖത്തറിൽ നിന്ന് ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് നാളെ തീരുമാനിച്ചു എന്നിരിക്കട്ടെ, നമുക്ക് ആ തീരുമാനം എടുക്കാൻ പറ്റില്ല എന്നുള്ളത് അംഗീകരിച്ചു. പക്ഷെ അവർക്കും വിൽക്കാനൊരു സ്ഥലം, ഒരു വാങ്ങാൻ ആളില്ലെങ്കിൽ അവരുണ്ടാക്കുന്ന സാധനം എന്ത് ചെയ്യും? അവരുടെ എക്കോണമി മുഴുവൻ ഇതിലാവും. അപ്പൊ ഇതുപോലെയുള്ള പല ഘടകങ്ങൾ, ആ ഘടകങ്ങൾ നമ്മൾ തമ്മിലുള്ള റിലേഷന്റെ വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. ഇപ്പൊ ഇന്ത്യയുടെ ടോട്ടൽ ബയലാറ്ററൽ ട്രേഡ് ഖത്തറുമായിട്ടുള്ളത് $14 ബില്യൺ, 1,20,000 കോടി. അതിൽ 12% ആണ് ഇന്ത്യയുടെ എക്സ്പോർട്ട്, 88% ഇമ്പോർട്ടാണ്. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 1,00,000 കോടിയുടെ എണ്ണ അഥവാ മറ്റേ ഗ്യാസ് ഒക്കെ ആയിട്ട് സാധനങ്ങൾ നമ്മൾ വാങ്ങുന്നുണ്ട്. അപ്പോൾ 1,00,000 കോടി ഖത്തറിന് ഇന്ത്യയിൽ നിന്ന് കിട്ടുകയാണ്. ആ 1,00,000 കോടി അവർക്ക് കിട്ടുന്നത് ഇല്ലാതായിരിക്കട്ടെ, അവരുടെ എക്കോണമി അത് കാര്യമായിട്ട് ബാധിക്കും. അവർക്ക് ഒന്നുകിൽ എണ്ണയുടെ വില കുറക്കേണ്ടി വരും. ഇപ്പോ നേരത്തെ ഒരു ഘട്ടത്തിൽ മലേഷ്യയിൽ നിന്നുള്ള പാം ഓയിൽ ഇമ്പോർട്ട് നമ്മൾ നിർത്തിവെച്ചിരുന്നു. മലേഷ്യയിൽ നിന്നുള്ള പാം ഓയിൽ ഇമ്പോർട്ട് നിർത്തിവെച്ചപ്പോൾ മലേഷ്യ അവരുടെ സ്റ്റാൻഡ് മാറ്റി. അതുവരെ ഇന്ത്യയുടെ അടുത്ത സ്റ്റാൻഡിൽ നിന്ന് കംപ്ലീറ്റ് അവർ മാറി. അവിടുത്തെ ഗവൺമെന്റ് മാറി. പിന്നീട് വന്ന ഗവൺമെന്റ് പറഞ്ഞു, കഴിഞ്ഞ ഗവൺമെന്റ് ചെയ്ത കാര്യങ്ങളോട് ഞങ്ങൾ യോജിക്കുന്നില്ല. അപ്പൊ ഇതുപോലെയുള്ള പല കാരണങ്ങളാൽ സ്വാഭാവികമായിട്ടും അത് നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ദർ ആർ ഓൺലി പെർമനന്റ്. എല്ലാവർക്കും അവരവരുടെ താല്പര്യം മാത്രമേ ഉണ്ടാവൂ.